പാടും ഗീതം പൗർണമീരവ് പനിവിടും കാട് എന്നമേ ആരുമലേ അരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനത്തിലും കരിങ്കടം തോര പറിച്ചാട്ടെ. ഹലോ ഗായ്സ്, വെൽക്കം ടു ദി ഷോ. ദിസ് ഇസ് ഇഞ്ചോടിഞ്ച്. കൂടെയുള്ളത് ഞാനാണ് കൃപേഷ് കൃഷ്ണ. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ചിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇന്ന് ഇഞ്ചോടിഞ്ചിൻ്റെ ടീം എത്തിയിട്ടുള്ളത് ഇവിടെ ട്രിവാൻഡ്രത്തുള്ള ശംഖുമുഖം ബീച്ചിലാണ്. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ചിൽ എന്തായാലും വൈബ്രൻ്റ് ആയിട്ടുള്ള നല്ല നല്ല ആൾക്കാരെ, നല്ല നല്ല ടീംസിനെ എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ഇന്നും 3 കുസൃതി ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും, ഇവിടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും. അതിൽ 3 ചോദ്യങ്ങൾക്കും കറക്റ്റായിട്ട് കുസൃതി ചോദ്യങ്ങൾക്കും കുസൃതി എന്നുള്ള രീതിയിൽ തന്നെ ഉത്തരം പറയുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു കിഡിലൻ ഗിഫ്റ്റ് ഞങ്ങൾ സമ്മാനിക്കുന്നതായിരിക്കും. സോ ആരാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടീംസിലേക്കുള്ള ആ ഒരു യാത്രയിലേക്കാണ് പോവാം. ശംഖുമുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്, ഒരുപാട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. ഇവിടെ ഒരുപാട്, അതായത് മത്സ്യകന്യകയുടെ ഒരു ശില്പമുണ്ട്, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാനുണ്ട്. അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആറാട്ടിനായിട്ട് വരുന്ന ഒരു ആറാട്ട് കടവ് അല്ലെങ്കിൽ ആറാട്ട് കുളമൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും അടുത്തൊരു ഫാമിലി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, എന്തായാലും അവരിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇഞ്ചോടിഞ്ചിലുള്ള ഒരു സ്വീറ്റ് ഫാമിലി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അമ്മയുടെ പേരെന്താ? വത്സല. ചേച്ചിയുടെ പേര്? വാവയുടെ പേരെന്താ? വാവയുടെയോ? വാവയുടെ പേരെന്താ? അശ്വിന്റെ. എല്ലാരും എത്രയില് പഠിക്കുന്നേ? വാവയോ? അംഗൻവാടിയിലാണോ? വാവ എത്രയിലാ പഠിക്കുന്നേ? ഓക്കെ. അപ്പം ഞാനേ ഒരു കുഞ്ഞു കുസൃതി അതായത് 3 ചോദ്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കുസൃതി ചോദ്യമൊക്കെ അറിയാമല്ലോ അല്ലേ? അപ്പം 3 ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഈ 3 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഒരു സമ്മാനം തരും. ഓക്കെ, ചോദിക്കാമല്ലോ. എനിക്ക് പാട്ട് പാടിത്തരും ആരെങ്കിലും? പാട്ട് പാടിത്തരാമോ? ആര് പാടും? ഗിഫ്റ്റ് തരും. പാട്ട് പാടിക്കും. നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, അപ്പം 3 ചോദ്യം ചോദിക്കും, 3 ചോദ്യത്തിന് ഉത്തരം പറയണേ. ഓക്കെ, ഒഴുകാൻ പറ്റുന്ന സംഖ്യ അക്കം ഏതാണ്? അപ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം അറിയാവോ? ഒഴുകാൻ കഴിയുന്ന അക്കം ഏതാണ്? 9 അല്ല. അപ്പോൾ നമ്മുടെ 2 ഉത്തരങ്ങളും തെറ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പാട്ട് എന്തായാലും നമ്മുടെ ബാബ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ശരി, താങ്ക് യു. അപ്പോൾ എന്തായാലും ആ ഉത്തരം തെറ്റാണ്. നമുക്ക് എന്തായാലും അടുത്ത ടീമിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ കൂടെ ഇഞ്ചോടിഞ്ചിൽ അടുത്തൊരു ടീം ജോയിൻ ചെയ്യാൻ പോകുന്നത് അവർ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എന്തായാലും വെച്ചോളൂ. ഹായ്, എല്ലാവരുടെ പേരെന്താ? പരിചയപ്പെടാം. പേര് പറഞ്ഞു. പാർവതി. എവിടെ നിന്ന് വരുന്നത്? അശ്വിനി, ആശ്മി, ആർഷ, ശ്രീദേവി. എല്ലാവരും എന്ത് ചെയ്യണു? ഡോക്ടേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഭാവിയിൽ ഡോക്ടേഴ്സാണ് ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ അടുത്ത് എന്തായാലും ഞാൻ 3 കുസൃതി ചോദ്യം ചോദിക്കും. വലിയ ചോദ്യമൊന്നുമല്ല. അപ്പോൾ 3 കുസൃതി ചോദ്യം ചോദിക്കും. അതിൽ 3നും കറക്റ്റായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സമ്മാനം തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ആരെങ്കിലും പാട്ട് പാടുന്ന ആരെങ്കിലൊക്കെ ഉണ്ടോ? അശ്വിനി. ഓക്കെ, പാടിക്കോ. ധൈര്യമായിട്ട് അങ്ങോട്ട് പാടിക്കോ.
மாங்கிளை தோட்டம் மூலிகை வாசம் நெஞ்சமாகோ நீ பாடும் கீதம் பௌர்ணமீரவு பனிவிடும் காடு ஒற்றையடிப்பாத உன் கூட பொடி நட இது போதும் எனக்கு இது போதுமே வேறென்ன வேணும் நீ போதுமே இது போதும் எனக்கு இது போதுமே വേറെന്ന വേണോ നീ പോതുമേ. സൂപ്പർ, എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ലുലു ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്തെങ്കിലും ഉണ്ടോ? ഇഷ്ടമായി. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിതാ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്: തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം അതെന്താണ്? ഒരു ഐറ്റം ആയിരിക്കും അത്. പക്ഷേ എന്താ പറയാ, അതിന്റെ ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊലിയൊക്കെ മാറ്റി കഴിഞ്ഞാൽ പേര് വേറെ വരും. അതെന്താണ്? അല്ല, ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെല്ലാ ആൾക്കാരും ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഡെഫിനറ്റ്ലി പ്രത്യേകിച്ച് മലയാളികളൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് ഈ ഒരു സംഭവം. തേങ്ങ. ആലോചിക്കും, അടുത്തെത്താറായിട്ടുണ്ട്. തൊലി കളഞ്ഞാൽ പേര് മാറുന്ന ഒരു സാധനം, കഴിക്കുന്നതാണ്. മുട്ട തൊലി കളഞ്ഞാലും പേര് മുട്ട തന്നെയാണല്ലോ. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. ഒരു ഐഡിയ ഇല്ല. കഴിക്കാൻ പറ്റുന്നതാണ്. അത്രയും ഞാൻ ക്ലൂ നെല്ല്. ഇതാ പറഞ്ഞ് ഞാൻ ചോദിച്ചു വാങ്ങിച്ചു. ഓക്കെ, എന്തായാലും അതിന്റെ ഉത്തരം നെല്ല് തന്നെയാണ്. അപ്പൊ നമ്മൾ അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടോ? അതായത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കുസൃതി ചോദ്യം അറിയാവോ? ജോമെട്രിക് ക്ലാസ്സിൽ കണക്ക് മാഷിനെ സഹായിക്കുന്ന 2 പെൺകുട്ടികളുണ്ട്. അവരാരൊക്കെയാണ്? ജോമെട്രിക് ക്ലാസ്സിൽ കണക്ക് മാഷിനെ സഹായിക്കുന്ന 2 പെൺകുട്ടികൾ ആരെല്ലാമാണ്? നമ്മളെന്തായാലും അധികം സമയം അനുവദിക്കുന്നതല്ല. കോമ്പസും സ്കെയിലും അല്ല. അപ്പൊ എന്തായാലും ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഉത്തരം അല്ല എന്തായാലും. ഓക്കെ, അപ്പൊ കോമ്പസും സ്കെയിലും ആണോ ചോദിച്ചിട്ടുണ്ട്? ആ ഉത്തരം അല്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നമ്മുടെ കൂടെ ഇഞ്ചോട് ഇഞ്ചിൻ്റെ ഈ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് ഒരു ടീം നിൽപ്പുണ്ട്. കുറച്ച് എന്താ പറയുക, സ്ത്രീകളാണ്. നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ലോകത്തിൻ്റെ തന്നെ ശക്തി എന്ന് പറയുന്നത് സ്ത്രീകളാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടീംസാണ്. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ വിശേഷം എന്താണെന്ന് അറിയാം. സോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇഞ്ചോട് ഇഞ്ച് എന്നുള്ള ഈ ഒരു പ്രോഗ്രാം ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ടീമിനെ നമുക്ക് ഇതാ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഹായ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ എല്ലാവരും നമ്മുടെ ട്രിവാൻഡ്രം ഈ ഒരു നഗരം ചുറ്റിക്കാണാൻ വന്നായിരിക്കും അല്ലേ? എങ്ങനെയുണ്ട് ട്രിവാൻഡ്രം സിറ്റി? ഓക്കെ, അപ്പൊ എന്തായാലും കുടുംബശ്രീയുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് വന്ന ആൾക്കാരാണ്. 14 ജില്ലയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങളോട് എല്ലായിടത്തും ഞാനൊരു 3 ചോദ്യം ചോദിക്കും. അതില് കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം തരും. ചോദ്യം മീൻസ് കുസൃതി ചോദ്യമാണ്. ഓക്കെ, റെഡി അല്ലേ? അപ്പോ ചോദ്യം റെഡി അല്ലേ? ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ആരൊക്കെ പാട്ട് പാടിത്തരും? ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് നമുക്ക് എന്തായാലും ഒരു പാട്ട് കേൾക്കാം. പാട്ട് പാടിക്കും. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനത്തിടും മുൻപേ കരിങ്കരന്തോര പറിച്ചാട്ടെ തകതക താത്തിനന്തക ചെയ്താരോ തകതിനന്തക ചെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തക ചെയ്താരാ ഓ
എന്തായാലും സൂപ്പർ ആയിട്ട് പാടിയിട്ടായിരുന്നു. ഓക്കെ, പാട്ടുപാടി ചേച്ചിയുടെ പേരെന്താ പറഞ്ഞത്? ഓക്കെ, പ്രസന്നകുമാരി ചേച്ചി എന്തായാലും നന്നായിട്ടൊരു പാട്ട് പാടി തന്നു. നല്ലൊരു ക്ലാപ്പ് കൊടുത്താലോ? അപ്പൊ എന്തായാലും ഞാൻ ചോദ്യം ചോദിക്കുകയാണേ. ഓക്കെ, 3 ചോദ്യം ചോദിക്കും. 3 എണ്ണത്തിനും എനിക്ക് ഉത്തരം കിട്ടണം, എങ്കിൽ മാത്രമേ സമ്മാനം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ് കേട്ടോ. ജോമെട്രി ക്ലാസ്സിൽ കണക്ക് മാഷിനെ സഹായിക്കുന്ന 2 പെൺകുട്ടികളുടെ പേരുണ്ട്. ആ പേരുകൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ജോമെട്രി ക്ലാസ്സിൽ കണക്ക് മാഷിനെ സഹായിക്കുന്ന 2 പെൺകുട്ടികളുടെ പേരുണ്ട്. പിന്നെ ഓക്കെ, ബിന്ദു, രേഖ എന്നാണ് ഉത്തരം പറഞ്ഞത്. ഇനി ആർക്കെങ്കിലൊക്കെ ഉത്തരം പറയണമെന്നുണ്ടോ? തളരരുത് രാമൻകുട്ടി, തളരരുത്. ഓക്കെ, ജോയിൻ മേട്രി എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബിന്ദു, രേഖ എന്നും പറയണം. അപ്പൊ ഇതിന്റെ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഒക്കെ പാട്ട് പാടണോ? പോകയോ അരെ എന്നമേ ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നമുക്ക് എല്ലാവർക്കും ഉറുമ്പിനെ അറിയാലോ, ഉറുമ്പ്. അപ്പോ ഇതൊരു കുസൃതി ചോദ്യമാണ്. ഉറുമ്പിന്റെ അപ്പനൊരു പേരുണ്ട്. എന്താണ് ഉറുമ്പിന്റെ? കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. സമാധാനിക്ക്. ഇവര് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരേ അല്ല. അല്ലല്ല, ഞാൻ ഉത്തരം ശരിയാണോ തെറ്റാണോ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇനി ഒരു ചോദ്യം കൂടി. ഓക്കെ, എന്തായാലും എനർജിക്ക് ഒട്ടും കുറവില്ല, സൂപ്പർബാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യം കൂടി ഉണ്ട്. നമ്മൾ ആദ്യം ചോദിച്ചതിന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് ഓർമ്മയുണ്ടല്ലോ, അറിയാമല്ലോ. അതിന്റെ ഉത്തരം ശരിയാണോ തെറ്റാണോ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും കുടുംബശ്രീക്കാരൊക്കെ ആയതുകൊണ്ട് ഇവർക്ക് എന്തായാലും ഉത്തരമൊക്കെ കിട്ടും. എന്റെ സമ്മാനം ഇന്ന് അങ്ങ് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം, അതിന്റെ പേരെന്താണ്? അല്ലല്ല, ഫ്രൂട്ട്സ് അല്ല, ഫ്രൂട്ട്സ് അല്ല, അല്ലല്ല, നമ്മള് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ എന്തായാലും ഇവര് ഉത്തരം പറയല്ലേ എന്നുള്ള ഒരു ഇതിലാണ്. എന്താണ്? അല്ലല്ല, അസംബ്ലി പിരിച്ചുവിട്ടു. ഓക്കെ, ശരി, ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ടീമിന്റെ ലീഡറെ നമുക്ക് പരിചയപ്പെടാൻ മാം ഒന്ന് വന്നോളൂ. മാമിന്റെ പേരെന്താണ്? ബീന. ഈ ഒരു ടീമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള എല്ലാ നഗരസഭകളിൽ നിന്നുള്ള കുടുംബശ്രീയുടെ പ്രതിനിധികളാണ്. 4 ദിവസത്തെ പരിശീലനത്തിന് വേണ്ടി ഭാഗമായി വന്നതാണ്. അപ്പോൾ അതിൽ ചലനം 2023 എന്ന പേരിലെ പരിശീലന പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ പ്രതിനിധികളാണ് ഇവരെല്ലാവരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു വൈബ് ടീമാണല്ലേ. എല്ലാ ആൾക്കാരും നല്ല കുട്ടികളാണ്, നല്ല അനുസരണയുള്ള കുട്ടികളാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു 3 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇല്ല. ഓക്കെ, അപ്പോ നമ്മുടെ കേരളത്തിന്റെ എന്താ പറയാ പെൺ ശക്തികളാണ് ഇവരൊക്കെ. അപ്പൊ എന്തായാലും ചോദിച്ച 3 ചോദ്യങ്ങൾക്കും നല്ല കിടിലനായിട്ടുള്ള ഉത്തരങ്ങളായിരുന്നു ഇവരെല്ലാരും കൂടി പറഞ്ഞത്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഇതാ കൊണ്ടുവരാണ്. ഓക്കെ, എല്ലാവരും കൂടി വാങ്ങിച്ചു. അപ്പൊ നമ്മുടെ ഇന്നത്തെ എനർജറ്റിക് ആയിട്ടുള്ള ഇഞ്ചോട് ഇഞ്ച് എന്നുള്ള ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിനു മുൻപ് നമുക്ക് എന്തായാലും ഇത്രയും ചേച്ചിമാർ, ഇത്രയും അമ്മമാർ, ഇത്രയും സഹോദരിമാർ നമുക്ക് നല്ലൊരു കിടിലൻ പാട്ട് പാടിത്തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? ഓക്കെ അല്ലേ? തുടങ്ങിക്കോ. അവൾ കൊഞ്ചി പറഞ്ഞ കഥ
എന്തായാലും ഇഞ്ചോട് ഇഞ്ച് ഒരിക്കലും ഒരു തർക്കവും ഇല്ലാതെ ഇഞ്ചോട് ഇഞ്ച് നിന്ന് തന്നെ, അതായത് ഒപ്പത്തിനൊപ്പം പോരാടി തന്നെയാണ് എല്ലാ ആൾക്കാരും ഞാൻ ചോദിച്ച ക്വസ്റ്റ്യന് ഉത്തരങ്ങളെല്ലാം പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇഞ്ചോട് ഇഞ്ചിൻ്റെ എപ്പിസോഡ്, ഇന്നത്തെ അധ്യായം എന്തായാലും ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. വീണ്ടും മറ്റൊരു ദിവസം നല്ല പവർ പാക്ക് ആയിട്ടുള്ള നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള എപ്പിസോഡായിട്ട് വീണ്ടും ഒരു ദിവസം കാണാം, സന്ധിக்கலாம் എന്നുള്ളൊരു ശുഭ വിശ്വാസത്തിലാണ് ഞാൻ. അതുവരേക്കും ടാറ്റാ, ബൈ ആൻഡ് ടേക്ക് കെയർ.